മുഖ്യമന്ത്രി ആരെന്ന് അറിഞ്ഞ ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിൽ തീരുമാനമെടുക്കാൻ പിണറായി വിജയൻ. ഘടകകക്ഷി നേതാക്കളുമായുള്ള സംഭാഷണത്തിലാണ് പിണറായി ഇക്കാര്യം അറിയിച്ചത്. തന്നേക്കാൾ ജൂനിയറായി മുഖ്യമന്ത്രി വന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തേക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞതായാണ് വിവരങ്ങൾ. ആർ ശ്രീത് വരുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ശ്രീത്ത്, രമേശ് ചെന്നിത്തല CM ആവുകയാണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്ത് പിണറായി വിജയൻ ഉണ്ടാകും, അല്ലെങ്കിൽ KC ആണെങ്കിൽ ഉണ്ടാവും, VD ആണെങ്കിൽ ഉണ്ടാവില്ല എന്നല്ലേ അതിനർത്ഥം? അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ പിണറായിക്ക് ഒരു തരത്തിലൊരു നമ്മൾ അറക്കൽ ബീവിയെ കെട്ടാൻ അരസമ്മതം എന്ന് പറയുന്ന പോലെ ഒരു അരസമ്മതമുണ്ട്. എന്നാൽ ആരാണ് മുഖ്യമന്ത്രിയായി വരുന്നത് എന്ന് നോക്കിയ ശേഷം മുഖ്യമന്ത്രി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നൊരു ചിന്താഗതിയാണ് പിണറായി വിജയൻ വെച്ചു പുലർത്തുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തോട് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിച്ച ഘടകകക്ഷി നേതാക്കളോട് അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായം. അതായത് ഹാഷ്മി സൂചിപ്പിച്ച പോലെ വളരെ സീനിയറായ രമേശ് ചെന്നിത്തലയോ മറ്റോ വരികയാണെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പിണറായി വിജയൻ വന്നേക്കാം. എന്നാൽ സതീഷിനെ പോലെ ഒരു യുവ നേതാവായ, ഒരു വൈബ്രന്റ് നേതാവായ ഒരാൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ തൻ്റെ തരമല്ല എന്ന് കരുതി പിണറായി മാറി നിൽക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ സൂചന ലഭിച്ച ശേഷം മാത്രമേ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പിണറായി വിജയൻ ഒരു തീരുമാനമെടുക്കൂ എന്നാണ് അദ്ദേഹത്തോട് ഇക്കാര്യം സംസാരിച്ച ഘടകകക്ഷി നേതാക്കളോട് പിണറായി പ്രകടിപ്പിച്ച അഭിപ്രായം. എന്തായാലും പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ പിണറായിയുടെ മനസ്സിൽ രണ്ടഭിപ്രായമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ടിക്കകത്ത് നിന്ന് ഇന്നിപ്പോൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെ മുതൽ CPIM-ന്റെ സംസ്ഥാന സമിതിയും ചേരുകയാണ്. ഈ സംസ്ഥാന സമിതി സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പിണറായി പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് ഉയരുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം പിന്മാറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പിണറായി വിജയൻ തന്നെയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ മുന്നണിയെയും നയിക്കേണ്ടതെന്ന അഭിപ്രായമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത്. എന്നാൽ മറുവിഭാഗം നേതാക്കൾക്ക് ഇനി പാർട്ടിക്കകത്തൊരു തലമുറ മാറ്റം സംഭവിക്കണം. 2031 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പാർട്ടിക്കകത്തൊരു പുതിയ നേതൃത്വം വരികയും ആ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തി പ്രവർത്തിക്കുകയും വേണം എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. അങ്ങനെ ഈ അഭിപ്രായങ്ങളുടെ തമ്മിലൊരു ഏറ്റുമുട്ടലിൻ്റെ വേദിയായി സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങൾ മാറുകയാണെങ്കിൽ പിണറായി വിജയൻ എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. എന്തായാലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകേണ്ടതില്ല എന്ന് CPM-ൽ നിലവിൽ ആരെങ്കിലും അങ്ങനെ പറയുമോ? സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്കാണെങ്കിൽ കൂടിയും അങ്ങനെ പറയുമോ ശ്രീത്ത്? അപ്പോൾ ആത്യന്തികമായി അതിൽ തീരുമാനമുണ്ടാവുക പിണറായി വിജയൻ്റെ തന്നെ ആഗ്രഹപ്രകാരവും അല്ലെങ്കിൽ ആവുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം തന്നെ ആവില്ല ആത്യന്തികമായി അതിൽ പ്രാബല്യത്തിൽ വരിക. ആ ആത്യന്തികമായ തീരുമാനം ഉണ്ടാവണമെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരെന്നറിയണം. അപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ച വൈകുന്നതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും വൈകും എന്നാണോ അതിനർത്ഥം ശ്രീത്ത്? അങ്ങനെ തന്നെയാണ് ഹാഷ്മി അതിൻ്റെ അർത്ഥം. പിണറായി വിജയനോട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുത് എന്നൊക്കെ എഴുന്നേറ്റ് നിന്ന് പറയാനുള്ള ധൈര്യമുള്ള എത്ര പേർ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ട് എന്ന കാര്യം സംശയമാണ്. എന്നാൽ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്നു. അങ്ങനെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ പാർട്ടിയുടെ ഭാവിയെ കരുതിയുള്ള ഒരു തീരുമാനമെടുക്കണം. അവിടെ ഒരു തലമുറ മാറ്റമാണ് നല്ലത് എന്ന അഭിപ്രായമുള്ളവർ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ട് എന്ന കാര്യം ഒരു വസ്തുതയാണ്. അവർ എത്രമാത്രം ഫലപ്രദമായി അല്ലെങ്കിൽ ശക്തമായി തങ്ങളുടെ അഭിപ്രായം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിക്കും എന്നതാണ് പ്രശ്നം. പൂച്ചക്കാർ മണികെട്ടു എന്ന് പറയുന്ന പോലെ പിണറായിയോട് എഴുന്നേറ്റ് നിന്ന് ഇത് ആര് പറയും എന്നതൊരു പ്രശ്നമാണ്. എന്നാലും ഇപ്പോൾ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ആരെങ്കിലും അതിന് ധൈര്യം കാട്ടിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നാൽ CPIM സംസ്ഥാന സമിതിയിൽ പിണറായി വിജയൻ ഈ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കരുത് എന്ന ആവശ്യം ഉയരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം കണ്ണൂരിൽ നിന്നടക്കമുള്ള ആളുകൾ തലമുറ മാറ്റത്തിന് വേണ്ടി ഒരുപക്ഷെ വാദിച്ചേക്കാം. കാരണം പാർട്ടി അത്ര കണ്ട് അപകടാവസ്ഥയിലാണ്. BJP 3 സീറ്റ് നേടി സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. 2016-ൽ ബംഗാളിൽ 3 സീറ്റ് നേടി വന്ന BJP പിന്നീട് 77 സീറ്റായി അവിടുത്തെ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അവിടെ അധികാരം പിടിച്ചിരിക്കുന്നു. സമാനമായ രീതിയിൽ ഇനി BJPയുടെ ഫോക്കസ് കേരളത്തിലേക്ക് വരികയും ഈ ലീഗ് കൂടി പങ്കാളിത്തമുള്ള ഒരു UDF-ന് സർക്കാർ വരുമ്പോൾ BJPയുടെ വർഗീയ പ്രചരണം കൂടുതൽ അതിൻ്റെ ഏറ്റവും ശക്തമായി തന്നെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിനടക്കം ശ്രമമുണ്ടാകും. അതുകൊണ്ട് കരുതിയിരിക്കണം. പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന ഘട്ടത്തിൽ ഒരു തലമുറ മാറ്റം സംഭവിക്കണമെന്നുള്ള ആവശ്യം CPIM-നകത്തുണ്ട്. സംസ്ഥാന സമിതിയിൽ നിശ്ചയമായും ആ അഭിപ്രായം ഉയരാൻ തന്നെയാണ് സാധ്യത. അതിനിടെ CPM-ന്റെ നേതൃയോഗങ്ങൾ ഇന്ന് തുടക്കമാവുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതിയുമാണ് ചേരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ ശ്രീജിത്ത്. മറ്റൊന്നൊക്കെ ചർച്ചയാകും.
പ്രവിധ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ഇതാദ്യമായാണ് CPIMന്റെ സംസ്ഥാന സമിതി നാളെ ചേരാൻ പോകുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു ദിവസം ചേർന്നതിന് ഏതാണ്ട് 10-16 മണിക്കൂറോളം യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ നാനാവശങ്ങളും വിലയിരുത്തിയിരുന്നു. എന്നാൽ ആ വിലയിരുത്തൽ പൂർണ്ണമായിട്ടില്ല. ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് വീണ്ടും ഈ തോൽവിയുമായി ബന്ധപ്പെട്ട കാരണങ്ങളും പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യും. എന്നാൽ സംസ്ഥാന സമിതിയിലായിരിക്കും ഏറ്റവും വിശദമായ സമഗ്രമായ ഒരു ചർച്ച നടക്കാൻ പോകുന്നത്. അത് കേവലം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിനെ മുൻനിർത്തി മാത്രമായിരിക്കില്ല, മറിച്ച് ഓരോ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയവരാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ. അവർ നേരിട്ട അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ചയും മറ്റും ചർച്ചയിലേക്ക് സംസ്ഥാന സമിതിയിൽ കടന്നാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഉണ്ടായ രാഷ്ട്രീയ സംഘടനാ ദൗർബല്യങ്ങൾ, നേതൃപരമായ പ്രശ്നങ്ങൾ, പിണറായി വിജയനെ മുൻനിർത്തി നയിച്ച തന്ത്രത്തിലുണ്ടായ പിഴവുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടാനാണ് സാധ്യത. അല്ല ശ്രീത്ത്, സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു എന്താണ് തരക്കാരാണോ എന്ന് നോക്കി തീരുമാനം സാധാരണ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ VD സതീശന് നോക്കുമ്പോൾ 61 വയസ്സ് പ്രായമുണ്ട്, KC വേണുഗോപാൽ 63 വയസ്സുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു പ്രായമാണ്. പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ് 70 അടുത്ത പ്രായം ഉള്ള നേതാവ്. അപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ആവുകയാണെങ്കിൽ, മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ പ്രതിപക്ഷ നിരയിൽ ഒരുപക്ഷെ നേതാവായി മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ കഴിയും. ശ്രീത്ത്, അതൊക്കെ പോട്ടെ, CPMൽ ഇത് പതിവുള്ളതാണോ? അങ്ങനെ മുഖ്യമന്ത്രി ആര് എന്ന് നോക്കി പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കൽ പതിവുള്ളതാണോ? CPIMൽ അത് പതിവുള്ളതല്ല. എന്നാൽ ഇപ്പോൾ ഒരു സവിശേഷമായ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയായി മുന്നണിയെ നയിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കനത്തൊരു തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു. അപ്പോൾ തോൽവിയുടെ ഉത്തരവാദിത്തം മുന്നണിയെ നയിച്ച വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പൂർണ്ണമായും പിണറായി വിജയന്റെ അപ്രമാദിത്വമായിരുന്നു. പിണറായിയുടെ തല, പിണറായിയുടെ ഫുൾ ഫിഗർ, പിണറായിയുടെ ക്ലോസപ്പ് എന്ന മട്ടിലായിരുന്നു ഫ്ലക്സുകൾ സംസ്ഥാനത്തെമ്പാടും നിരന്നത്. മറ്റൊരു നേതാവിൻ്റെയും ഫ്ലക്സുകൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിൽ പിണറായി വിജയൻ സ്വീകരിച്ച സംഘടനാപരമായ നിലപാടിന് തീർത്തും കടകവിരുദ്ധമായിരുന്നു അത്. VS അച്യുതാനന്ദന്റെ ഫ്ലക്സുകൾ വെച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകളും മറ്റും ഉണ്ടായ ഘട്ടത്തിൽ ഇത് പാർട്ടിയിൽ പതിവുള്ളതല്ല. മരിച്ച നേതാക്കളുടെ ഫ്ലക്സുകളും പോസ്റ്ററുകളുമാണ് അടിക്കുന്ന പതിവേ പാർട്ടിക്കുള്ളൂ. ഇങ്ങനെ ഒരു പതിവ് CPIMന് ഇല്ല എന്ന് തുറന്നു പറഞ്ഞ ആളാണ്, അതും തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ തുറന്നു പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. എന്നാൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം പാടെ മറന്നുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് നടത്തിയത്. അപ്പോൾ പിണറായി വിജയൻ ഈ തോൽവിയുടെ ഉത്തരവാദിത്തമുണ്ട്. പാർട്ടിയുടെ കൂട്ടായ ഉത്തരവാദിത്തമാണെങ്കിലും അതിനെ നയിച്ച നായകൻ എന്ന നിലയിൽ ജയത്തിന്റെ ഗുണങ്ങൾ മാത്രമല്ലല്ലോ അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത്. അപ്പോൾ തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹത്തിന്, ആ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തീരുമാനം നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ പിണറായി വിജയനായിരിക്കും കൂടുതൽ താൻ വരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. എങ്കിൽ പോലും രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കന്മാർ വരുമ്പോൾ ഏതാണ്ട് പിണറായിക്കൊത്തൊരു സ്റ്റാറ്റസിലേക്ക് വരുന്ന ഒരാളാണ്. കാരണം ഏതാണ്ട് ഒരേ കാലത്ത് സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ തനിക്കിപ്പോൾ ഉള്ള ഒരാൾ എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയെ കരുതാം. എന്നാൽ ബാക്കിയുള്ള രണ്ടുപേരും അദ്ദേഹത്തെക്കാൾ ജൂനിയറായ നേതാക്കളായതുകൊണ്ട് ഒരുപക്ഷെ പിണറായി അതിന് തയ്യാറാകും. അതായത് നിയമസഭാ തലത്തിൽ ഒരു തായം കളിക്ക് പിണറായി നിന്നു കൊടുക്കുമോ എന്നൊക്കെയാണ് അറിയാനുള്ളത്. എന്തായാലും പിണറായി ഘടകകക്ഷി നേതാക്കളിൽ 1-2 പേരോട് മാത്രമാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും പാർട്ടിക്കകത്തെ ചർച്ചകളും മറ്റും കഴിഞ്ഞായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരിക. അപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം മാത്രമായിരിക്കും പ്രതിപക്ഷ പ്രഖ്യാപനം ഉണ്ടാവുക, അല്ലെ? പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള പ്രഖ്യാപനം വരിക. ഒറ്റവാക്കിൽ പറഞ്ഞാൽ VD ഉണ്ടെങ്കിൽ PV ഉണ്ടാവില്ല, RC ആണെങ്കിൽ PV ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ അങ്ങനെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ആയിരുന്നൊരു കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ തുടർഭരണം ഉണ്ടായി. അപ്പോൾ വീണ്ടും ആ റോളുകൾ മാറുന്നു എന്നുള്ളതാണ്. RC മുഖ്യമന്ത്രി കസേരയിലേക്ക് വരികയാണെങ്കിൽ PV അല്ലെങ്കിൽ ആര് എന്നുള്ള വലിയ ചോദ്യമുണ്ട്. PV അല്ലെങ്കിൽ ആര് എന്നുള്ള പിന്നെയുള്ള ഓപ്ഷൻസ് ചോയ്സ്. ഇപ്പം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ പോലെ അത്ര വലിയ ഓപ്ഷൻസ് യഥാർത്ഥത്തിൽ CPMന് ഇല്ല. 35 അംഗങ്ങളാണുള്ളത്. പിന്നുള്ളത് KN ബാലഗോപാലാണ്. ഇപ്പോൾ 102 അംഗങ്ങൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരും ഒക്കെ ഒരു ഘടാഘടിയൻ ഭരണപക്ഷ ട്രഷറി ബെഞ്ചാണ്. അപ്പോൾ അതിനെ നേരിടാൻ 35 അംഗ നേതൃനിരയ്ക്ക് അതിൽ ആരാണ് മുന്നിൽ നയിക്കാൻ യോഗ്യൻ എന്ന ചർച്ചകളടക്കം ഇപ്പോൾ ഇന്നത്തെ നേതൃയോഗങ്ങൾ നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.